പോണ വഴിക്ക് ഫസ്റ്റ് നമ്മൾ ഇവിടെ പുഴ കയറിയാൽ ഇരുട്ടുത്തി കോളനി, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വാണിയമ്പുഴ കോളനിയാണ്. വാണിയമ്പുഴ കോളനി എന്ന് പറഞ്ഞാൽ ആ കോളനിയിൽ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ട് പറഞ്ഞാൽ അതിൽ അവർക്കും എല്ലാവരും ഇപ്പോൾ ഷെഡിലാണ്. വാണിയമ്പുഴ കഴിഞ്ഞാൽ തരിപ്പപ്പൊട്ടി കോളനിയാണ്. അവരതും ഈ 2019 വീടുകൾ ഉപയോഗശൂന്യമായി കിടക്കാണ്. ഇവിടെ ഒപ്പിട്ട് വരും. ഒരു സെക്കൻഡ്, ഇവിടെ ഒപ്പിട്ട് വരും. വയനാടിൻ്റെ ബോർഡർ വരുമ്പോൾ നമുക്ക് കുമ്പളപ്പാറ കോളനി, അതിൽ 30 സംതിങ് വീടുകളാണ്. ആ ഇത് റോഡാ, ഇതൊക്കെ വെള്ളം കയറിയിട്ട് പോയതാ. ഇതിലായിരുന്നു റോഡ് 2019 ആ പ്രളയത്തിൽ പോയതാ. പുത്തുമല ദുരന്തം. പാലം അതിന്റെ ഇതാണത് ഇല്ലത് പാലം, അതന്ന് പോയതാ. ഓഗസ്റ്റ് 8 വൈകിട്ടോടെയായിരുന്നു പുത്തുമലയുടെ നെഞ്ചുപിളർത്തിയ ദുരന്തം സംഭവിക്കുന്നത്. 17 ജീവനുകളാണ് അന്ന് നഷ്ടപ്പെട്ടത്. അതിൽ 5 പേർ ഇന്നും കാണാമറയത്താണ്. അതേ ദിവസം തന്നെയാണ് നിലമ്പൂർ മുണ്ടേരി വനത്തിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ചാലിയാർ പുഴ ഗതിമാറി ഒഴുകിയത്. മുണ്ടേരി വനത്തിനുള്ളിലെ ആദിവാസികളുടെ വീടുകളിലൂടെയാണ് ഇന്ന് ചാലിയാർ ഒഴുകുന്നത്. 4 ഊരുകളിലായി 300-ലധികം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന മുണ്ടേരിയെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന ഇരുട്ടുകുത്തി പാലവും അന്ന് ഒലിച്ചുപോയി. ശേഷം റീബിൽഡ് കേരളയും സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതികളും വാർത്തകളിൽ നിറഞ്ഞു. എന്നാൽ മുണ്ടേരിയിലെ ആദിവാസികളെ സർക്കാർ കണ്ടതേയില്ല. ചാലിയാർ പുഴ പിന്നെയും ഒഴുകി. 5 വർഷങ്ങൾക്കിപ്പുറവും പുനരധിവാസം മുണ്ടേരിയെ തേടിയെത്തിയതേയില്ല. എന്തുകൊണ്ടാണ് ആദിവാസി പുനരധിവാസം ഇടതു സർക്കാരിൻ്റെ അജണ്ടയിൽ വരാത്തത്? എന്തുകൊണ്ടാണ് സർക്കാരിന് മുണ്ടേരിയിൽ ഒരു പാലം പണിയാൻ ഇതുവരെയും കഴിയാതിരുന്നത്? രണ്ടായിരത്തി വന്ന പാലാണ്. 2019 പാലം പോയി. പിന്നെ പാലല്ല, പിന്നെ ഞങ്ങൾ ഈ ചങ്ങട ഉള്ളതുകൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ടു പോകണം.
മഴ പെയ്ത വെള്ളം വന്നാൽ പിന്നെ ഇക്കരെ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ ചങ്ങടം വിടാൻ പറ്റൂല അക്കരയ്ക്ക്. അന്നിങ്ങനെ ഒരു നടപ്പാലുണ്ടെന്ന് ഇപ്പം അതുമില്ലല്ലോ. ഒരു ഗർഭിണിയായാലും ഒരാൾക്ക് വയ്യാണ്ടായാലും ഈ ചങ്ങാടത്തിൽ പറ്റാൻ പോകണം. എത്രയോ കുട്ടികൾ സ്കൂൾ മുടങ്ങണം. ഹോസ്റ്റലിൽ പോകാത്ത മക്കളുണ്ട്. അവർക്കൊന്നും പോകാൻ പറ്റണില്ല. സ്കൂളിൽ പോകാൻ കൂടെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട്. ഹോസ്റ്റലിൽ മിക്കവാറും നിൽക്കൽ ഇറങ്ങി കയറാൻ ബുദ്ധിമുട്ട് കൊണ്ട്. വെള്ളം കുറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അക്കരക്ക് കയറാനുള്ള സെറ്റപ്പ് ഉള്ളൂ. വെള്ളം കുറഞ്ഞിട്ടില്ലെങ്കിലാ ഒന്നില്ലെങ്കിൽ ഇല്ല. ഒന്നില് നമ്മൾ ചായപ്പൊടി വേണ്ടേ, ചായപ്പൊടി അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അക്കരെ കയറണം. അക്കരെ കയറണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേണം. പോകാൻ കഴിയൂല, പോയല്ലേ, കുറുക്കെ പോയാണ്. ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ മാത്രമേ ക്ലാസ്സിലെത്തി വിടാൻ പറ്റുള്ളൂ. വെള്ളം കൂടി കഴിഞ്ഞാൽ ചങ്ങടം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിള്ളേരല്ല എല്ലാവർക്കും ഇന്നലെ ആശുപത്രി കേസ് വന്നാലും പ്രശ്നം തന്നെ. ചങ്ങടത്തിലൂടെ സാഹസികത അതിനോട് ചാടി നീന്തി കയറും കൊണ്ട് അക്കരയിലോട്ട് ചാടിയിട്ട് പിടിച്ച് വലിച്ചിട്ട് രോഗിയെ കൊണ്ടുപോകും. ബോയിൽ വെള്ളം ഉണ്ടെങ്കിൽ വന്ന് കാണണ്ട അവിടുത്തെ അവസ്ഥ പോലെ അത്. ചിലപ്പോൾ തീരെ വയ്യെങ്കിൽ ഇവിടെ തന്നെ മരിക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാണ്. ഒരു മരുന്നോ ഗുളികയോ പെട്ടെന്ന് പോയി വാങ്ങി വരാൻ കഴിയൂല. നിർബന്ധ പാലാണ്, എല്ലാം കൊണ്ട് പാലാണ്. ഒരു ആശുപത്രി കേസാണെങ്കിലും എന്ത് വന്നാലും നമുക്ക് പാലതേ പറ്റൂല. പാലത്തിന് വന്ന് വരുമ്പോൾ ഇങ്ങനെ ഓരോ കുഴി ഇങ്ങനെ തോണ്ടിട്ട് പോകും. ഇത് പേപ്പർ പാലാണെന്ന് അറിയില്ല, ഇനി കുയിപ്പാലെന്ന് അറിയില്ല. ഞാൻ അതാ പറയുന്നത്, പാലം കുയിപ്പാലാണ്. കുയ്യല്ല ഉണ്ടാക്കി പോണത്, അതൊക്കെ കുഴി മാത്രം. അതിപ്പോൾ ഒരു പണ്ട് പാസ്സായാൽ അതിനൊരു കുഴി വന്ന് ഉണ്ടാക്കി പോകും. അതിന് പാലുണ്ടാവില്ല. പാലുണ്ടാക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും കൊണ്ട് ഇടണ്ടേ? ഇത് കുഴി മാത്രമല്ല ഉണ്ടാക്കണതുണ്ട്. പുഴ നേരത്തെ അത് ഇതേമാതിരി ഒന്നല്ല പുഴ. 2 സൈഡിനും കാടായിരുന്നു. അരുവി പോലെ നല്ല മരങ്ങളൊക്കെ തണലും മാവും മറ്റുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി വളർന്ന് അതൊരു സുഖമായിരുന്നു പുഴയ്ക്ക്. ഇപ്പോൾ ഇതായി 2019 പ്രളയത്തിൽ മൊത്തം വിസ്താരം കൂടി മണലും മണ്ണും കല്ലൊക്കെ ആയി മാറിയത്. നേരത്തെ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ നല്ല സുഖമായിരുന്നു. പുഴ പോയിരിക്കുക, മാവിൻ്റെ ഒക്കെ ചോടി ഒരു 10-20 മീറ്റർ അകലത്തിലിങ്ങനെ പുഴ, സൈഡും കാട്. രണ്ടായിരത്തി 19 പ്രളയമാണ്. ഉരുൾപൊട്ടൽ കൂടുതലാണ്. ഞങ്ങൾ താമസിക്കുന്ന നിൽക്കുന്ന ഒരു പുഴയായിരുന്നു. അതാണ് ശരിക്കും വാണിയമ്പുഴ. വാണിയമ്പുഴ മേളിൽ ഒരുപാട് മലകളൊക്കെ ഒഴുകി വന്നു. നമ്മുടെ താമസിക്കുന്ന കോളനി വെള്ളം കയറി ഒരു 6 വീടുകളോളം. ഞാനൊക്കെ ഭാഗ്യത്തിന് പകലൊരു 3 മണിക്കായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, ഞങ്ങളൊരു 6 വീട്ടിലെ 6 കുടുംബത്തിലെ ആൾക്കാരും ഇതേപോലെ തന്നെ. ഇപ്പം പുഴ ഒഴുകുന്നത് എൻ്റെ വീടൊക്കെ ഇപ്പോൾ പുഴയാണ് ഒഴുകുന്നത്. വനം വകുപ്പിൻ്റെ ഇതിൽ നമുക്ക് സർവേ ചെയ്ത് തൽക്കാലം താമസിക്കാനുള്ള അനുവാദം ഉള്ളൂ. കറക്റ്റായി താമസിക്കാൻ മറ്റേ കോൺക്രീറ്റ് മറ്റുള്ള വീടുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഷെഡുകളൊക്കെ വെച്ച് താമസിക്കും. ഞങ്ങളൊരു മനുഷ്യരാണെന്നൊരു തോന്നലല്ല, കുറച്ച് പേർക്ക് ഇങ്ങനെ വേണം. മനുഷ്യന്മാരാണല്ലോ ഞങ്ങൾ. ഇപ്പം എൻ്റെ ഒരു ഇത് പറയണം, ഞങ്ങളിപ്പോൾ മനുഷ്യന്മാരല്ലാത്ത പോലെ തോന്നണം മറ്റുള്ളവർ കാണുമ്പോൾ ഞങ്ങൾക്ക് കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇത്രയും
എന്തൊക്കെയോ സംഭവിച്ചു. എന്നിട്ടും ആൾക്കാർ ഒരു കിടക്കാനും ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ഈ പ്രളയം എന്നാണ് ഉണ്ടായി അന്ന് മുതൽ ഞങ്ങളത് ദുരിതം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം ഒന്ന് ഉറങ്ങാൻ ശരിക്കും മനസ്സൊന്നും ഉറങ്ങാൻ പറ്റണില്ല. അടിച്ചുറപ്പുള്ള വീടുകളല്ലല്ലോ, പറയാൻ പറ്റില്ല. കാടല്ലേ, മൃഗങ്ങൾക്ക് ഇറങ്ങൂലേ. അങ്ങനെയൊക്കെ ഉണ്ട്. ഉറങ്ങാൻ ശരിക്കും ഉറങ്ങിയിട്ട് കാലങ്ങളൊക്കെ കുറേ. വീടാണിത്. 5-6 വർഷമായി ഇത് സെറ്റിൽ താമസിക്കുന്നു. ആരോ മഴക്കാലാകുമ്പോൾ സീറ്റൊക്കെ YTD ഒന്നൊക്കെ തരുള്ളൂ. ഒരു സീറ്റ് കൊണ്ട് നമുക്കത് തികയാതെ വരും. നമ്മൾ സ്വയം പൈസ കൊടുത്തിട്ട് സീറ്റൊക്കെ ടാർപ്പായി മേടിക്കും. വീടൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കി മുള ഉണ്ടല്ലോ, നമുക്ക് മുള ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാം. അതിന് പ്രശ്നമല്ല വീട്ടാവശ്യത്തിന്. ഫോറസ്റ്റിൽ അത് വലിയ തടസ്സമൊന്നും വരുന്നില്ല. ഫോറസ്റ്റിൽ ഈ മുളയൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്ന് ചതച്ചിത് മറക്കാനുള്ള ഈ കാണുന്ന പോലെ പണിയാ. ഒരു വീടുണ്ടാക്കുന്ന വെച്ചാൽ നല്ല പണിയാണ്. ആകെ ഒരു കക്കൂസും അത് എന്തോ ഭാഗ്യത്തിന് ആ മെമ്പർ തന്നെ അവിടെ കൊണ്ട് വെച്ചതാണ്. അത് ഇത്രയും ആൾക്കാർ, കുട്ടികളില്ലേ, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, ആരും ഒരു കക്കൂസിൽ പോകാൻ പറ്റൂല. രാത്രി ഒരു മറവ് കെട്ടിട്ടാണ് അവിടെ ഒക്കെ പോകാറ്. ബാത്റൂമാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മളെ മുന്നിൽ തന്നെ കണ്ടോ, ഇതൊരു ബാത്റൂമാണുള്ളത്. ഈ ഇത് കിട്ടിയ ഒരു ബാത്റൂമാണ്. പിന്നെ ബയോ ടോയ്ലറ്റ് എന്നാണ് ഒന്നുള്ളത്. അത് ഉപയോഗിക്കാനും പറ്റാത്ത രീതിയിലുള്ളത്. സെറ്റിംഗ് ടാങ്കൊന്നും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. ബാക്കിയൊക്കെ അവർ ഇതേപോലെ ഷെഡ് കൊണ്ട് ഷീറ്റ് മറിച്ചിട്ട് കെട്ടിണ്ടാക്കണം. രാത്രി ആണെങ്കിലും പകലാണെങ്കിലും പുഴയിൽ പോകണം. അവിടെ ഉണ്ട് വാർപ്പിൻ്റെ അടുത്തൊക്കെ കക്കൂസ്. അവിടേക്ക് എപ്പോഴൊന്നും പോകാൻ പറ്റൂല. കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്, വലിയവർക്കും ബുദ്ധിമുട്ടാണ്. ആരും ഒന്നിനും പോയിട്ടില്ല. കക്കുച്ചുണ്ട് അവിടെ. എവിടെ പോകാനാ? വെള്ളം വേണ്ടേ? കുടിവെള്ളം എന്ന് പറയുമ്പോൾ വേറെ ഈ ചോലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് കുടിക്കാൻ ഉപയോഗിക്കണത്. ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട്. പിന്നെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു ടാങ്കും കുറച്ച് പൈപ്പും കിട്ടിയതാണ്. അവിടെ കണ്ടിട്ടുണ്ടോ നിങ്ങളാ പൈപ്പ്? മൂക്കിൻ്റെ ഓട്ടൻ്റെ അത്രയും കൂടി ഇല്ല ആ പൈപ്പിൻ്റെ ഓട്ട. അങ്ങനത്തെ പൈപ്പാണ് പഞ്ചായത്തുകാർ തന്നത്. അതൊക്കെ ഒരുപാട് വിചാരിച്ചിട്ട് ഞാൻ ആരെങ്കിലും വന്ന് കിട്ടിയാൽ ഞാൻ ഇതൊക്കെ പറയുന്നു. ഞങ്ങൾ ആവശ്യങ്ങൾ പറയും. അപ്പം ശരിയാക്കാന്ന് മാത്രം പറയുള്ളൂ. ഇതുവരെയായിട്ടും ശരിയായിട്ടുണ്ട്. ഇപ്പം ഒന്ന് വെയിലരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു മക്കളൊന്നും ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ. ചൂട് കുഞ്ഞു മക്കൾ മാത്രമല്ല, പിന്നെ വെള്ളമായി കഴിഞ്ഞാൽ തീരെ പറ്റില്ല. പിന്നെ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ആയിരിക്കും നമുക്ക്. കറണ്ടും ഇല്ലല്ലോ. കറണ്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫാൻ എന്തെങ്കിലും ഇടും. വർഷങ്ങളായിട്ട് ഇരുട്ടില്ലെന്ന്. 25 വന്നാൽ 6 വർഷമായിട്ട് ഇരുട്ടിയത്. കറണ്ടൊന്നുമില്ല. സ്വന്തം പൈസ കൊടുത്ത് ഓരോ സോളർ വാങ്ങിയിട്ട് ആ രാത്രി ആയാൽ കത്തൂല. അത് ഫോണ് ചാർജ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ തീയിടും പുറത്ത് അപ്പുറത്ത്. ഓല് ഇവിടെ വന്ന് കണ്ടാലല്ലേ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവും. ഓല് താഴത്ത് വരെ വരും, കോട്ടസ് വരെ. ഇങ്ങോട്ട് കയറി വരില്ല. പ്രളയത്തിന് മുമ്പ് ഉണ്ടാക്കിയ പാലാണിത്. ഇതിൻ്റെ ഇക്കരെ 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പാലുണ്ടാക്കിയിട്ടില്ലെങ്കിൽ കോളനിക്കാർ കുടുങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ അക്കരെ ക്രോസ് ചെയ്യാൻ കുടുങ്ങും. വലിയ മലപ്പാച്ചിൽ വെള്ളമൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് അവർക്ക്. ഇപ്പോൾ രോഗികളൊക്കെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ ഈ പാലം കടന്നിട്ട് വേണം കൊണ്ടുപോവുക. വെള്ളം കൂടിയാൽ ഇതിൻ്റെ മേലെ കടക്കാനും പറ്റില്ല. ഇപ്പോൾ ഇവിടുന്ന് ഒരു
6 കിലോമീറ്ററിലോട്ടാണ് കുമ്പളപ്പാറുള്ളത്. ഇവിടുന്ന് ഒരു 2 മീറ്റർ നടന്നാൽ ഇത് തരിപ്പൊട്ടിയായി. ഞങ്ങൾക്ക് പിയവക്കത്ത് സ്ഥലമൊന്നുമില്ല. ഈ മേൽമുറിക്ക് മാത്രം കുറച്ച് ആൾക്ക് ബുദ്ധിമുട്ട് തീർന്ന് ഓല് മാത്രം നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ അരിയത്താണ് നിൽക്കുന്നത്. പിന്നെ വീട് വെച്ചാൽ വീടിൻ്റെ അകത്തൊക്കെ വെള്ളമാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഓടി കഴിച്ചിലാക്കാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ജീവിതം ഇവിടെ പോണത്. ഈ പിയവക്കത്തുള്ളവർക്ക് ഒരു സാൻസും ഇല്ല. അതൊക്കെ സാർമാർ വരുമ്പോൾ സാർമാരെ കൂടി പറയണമെന്ന് വിചാരിച്ച് നിന്നതാണ് ഞങ്ങൾ. വെള്ളം കയറുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ കഷ്ടമാണ്. അപ്പം മേലെ കൂടെ ഒക്കെ പോയി സാധനം മേടിക്കാൻ പീടിക്കൊക്കെ പോകും. കുറേ വീട് നടക്കേണ്ടി വരും. ദേശപ്പുറത്ത് അരി മേടിക്കാൻ തന്നെ കഷ്ടപ്പെട്ട പോണത് ഞങ്ങൾക്ക്. അവിടെ ഇപ്പോൾ അങ്ങാടിക്കൊക്കെ പോകണമെങ്കിൽ റേഷൻ കടയൊക്കെ പോകണമെങ്കിൽ 35 കിലോ നമ്മൾ ഏറ്റിട്ടാണ് കൊണ്ടുവരേണ്ടത്. എത്ര 6-6.5 കിലോമീറ്റർ ഏറ്റിക്കൊണ്ടിരിക്കുക. ഹോസ്പിറ്റൽ കേസാണെങ്കിലും 6 കിലോമീറ്റർ നടന്ന് പോകേണ്ടി വരും. വണ്ടി സൗകര്യം ഇല്ല, വഴി ബുദ്ധിമുട്ടാണുണ്ട്. പിന്നെ ആനശല്യം. കഴിഞ്ഞ മാസം 2 ആളുണ്ടായിരുന്നു. അവരെ അങ്ങനെ സ്ട്രെച്ചറിൽ ഏറ്റിക്കൊണ്ടാണ് കൊണ്ടുപോയത്. പുഴയരത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ പ്രസവിച്ചു. അവിടുന്ന് നേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ അവിടുന്ന് കൊണ്ടുപോയി. ഇവിടെ നടന്നു പോയി. സാറുമാർ അവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് കൂട്ടി നടന്നു പോയി. അവിടെ പോയി പാണ്ടി കടന്ന് ആരുടെ വണ്ടിയൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. അവിടുന്ന് ചങ്ങാടത്ത് കയറി അക്കരെ കടന്നു. നല്ല വെള്ളമായിരുന്നു. അന്ന് ജോലിയെ കെട്ടി ജോലിയിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ അക്കരെ പാണ്ടി കടത്തിയിട്ട് അവിടെ പാലം മുറിക്കാൻ വണ്ടി വിളിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകണത്. ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കും. ആ ഭൗതിക സാഹചര്യത്തിന് ആദ്യത്തെ ഘട്ടമാണ് മണ്ണെന്ന് പറയുന്നത്. ചവിട്ടി നിൽക്കാൻ ഇടം, മണ്ണ്, അതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ ഒരു വീടുണ്ടാക്കാൻ പറ്റുള്ളൂ, ഒരു കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഉപജീവനത്തിനും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണമെങ്കിൽ മണ്ണിൻ്റെ ഉടമസ്ഥാവകാശം. അപ്പോൾ ആ ഉടമസ്ഥാവകാശം കൊടുക്കുന്ന ഒരു സമീപനം, നിയമപരമായിട്ടും അല്ലാതെയും ഉള്ള സമീപനം നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നുണ്ടാവണം. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ IAS-കാർക്ക് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അവരെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഭരണകൂടത്തിൻ്റെ വക്താക്കളായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം. ഇല്ല, പുറത്തേക്ക് ഞങ്ങൾ പോകില്ല. ഞങ്ങളെ കാട്ടിൽ തന്നെ നിൽക്കുള്ളൂ. അത് ഞങ്ങൾ ആദ്യം തന്നെ അത് സാറുമാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ്. അത് എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ടുള്ള ഉത്തരം ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്താണെന്നറിയാം, ഞങ്ങൾ ഈ മണ്ണും കാടും ഈ മരങ്ങളും മലകളും ഒന്നിച്ച് ഒരു ഇതായ പോലെ അതാ തോന്നുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ കാടിനെ വിട്ട് പോകാൻ തോന്നാത്തത്. അതാണ്. അല്ലാണ്ട് ഇപ്പോൾ ഇത്ര ആൾക്കാർ ഇങ്ങനെ പുറത്ത് പോകണമെന്ന് നിൽക്കണം. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഇത്ര കാട് എന്ന് വെച്ചാൽ അവരുടെ ജീവന് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പറിച്ച് അങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ അത് വളരാത്തൊരവസ്ഥ പോലെയാണ്. ആ സ്ഥലം ഒഴിവാക്കി വിട്ടുകൊടുത്തും കൊണ്ട് അത്രയും സ്ഥലം നമുക്കിവിടെ
അനുവദിച്ച് തരണം എന്നുള്ളൊരു അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തന്നെ എന്താ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കളക്ടർ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രീധന്യ മേഡത്തിൽ കണ്ട് സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസം കളക്ടർ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് എന്തൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ ഇപ്പോഴും ഒരു തീരുമാനം എപ്പോഴും എത്തിയിട്ടില്ല. കൈവശരേഖയുള്ള ഭൂമി, വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ മാറിക്കണം. അവിടെ ഇനിയിപ്പോൾ അവകാശം സ്ഥാപിച്ചെങ്കിലേ നമുക്ക് മറ്റുള്ള പ്രവർത്തികൾ ചെയ്യാൻ പറ്റും. കറണ്ട് നിർമ്മാണ പ്രവർത്തികളൊക്കെ ചെയ്യാം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എപ്പോഴും 5-6 വർഷമായില്ലേ, ഇനിയും താമസം വരും. കേന്ദ്ര ഞങ്ങളുടെ ഭൂമി ചാലിയാറും പുഴയും പ്രളയം ആയിട്ട് അങ്ങനെ വീടുകളും പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്, സങ്കടം വരും. അല്ലാതെ വീടൊക്കെ പോയി. ആയിരത്തി 1996 പെസ നിയമം നടപ്പാക്കി പാർലമെൻറ്റിൽ. 2006 വനാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഇന്ത്യയിലെ ഏതാണ്ട് ഒട്ടുമിക്ക ആദിവാസികളുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും 10 സംസ്ഥാനങ്ങളിൽ പെസ നടപ്പിലാക്കി. മറ്റ് സംസ്ഥാനങ്ങളിൽ വനാവകാശം ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളെടുത്താൽ അതിൽ മുന്നിലാണ്. സാമൂഹിക വനാവകാശമുണ്ട്, വ്യക്തിഗത വനാവകാശമുണ്ട്. കേരളത്തിൽ വ്യക്തിഗത വനാവകാശം 5 സെൻറ്റൊക്കെയാണ് പലയിടത്തും ആദിവാസികൾക്ക് കൊടുത്തിരിക്കുന്നത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ 5 ഏക്കറോ 10 ഏക്കറോ ഭൂമി വ്യക്തിഗത വനാവകാശം കൊടുക്കുന്നു. സാമൂഹ്യ വനാവകാശം എന്നത് കിലോമീറ്ററുകളോളം സ്ഥലം കൊടുക്കുന്നു. ആദിവാസികൾക്ക് സമ്പന്നമായി ജീവിക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വനാവകാശ നിയമം അടിയന്തരമായി കേരളം നടപ്പാക്കണം. അത് ഫലപ്രദമായി നടപ്പാക്കണം. ഒന്ന് ട്രൈബൽ ഫണ്ട് ആവശ്യം പോലുണ്ട് ചെലവഴിക്കാൻ, ലാബ്സാവിയാവും ഓരോ വർഷവും. രണ്ടാമത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് പ്രത്യേകമായിട്ടുണ്ട്. ഈ 2 ഫണ്ടും അവർക്ക് ഉപയോഗിക്കാം. ആദ്യം ഇവർ ചെയ്യേണ്ടത് ആ ആദിവാസികളുടെ ഗ്രാമസഭ വിളിച്ചു ചേർക്കണം. ട്രൈബൽസിന് എന്താണ് ആവശ്യം, അവർക്ക് ജീവിക്കാൻ എന്താണ് ആവശ്യം, അവരോട് തന്നെ ചോദിക്കണം. എന്നിട്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. വനത്തിന്മേലുള്ള അവകാശം, വനവിഭവങ്ങളിന്മേലുള്ള അവകാശം യഥാർത്ഥത്തിൽ ആദിവാസികൾക്കാണ്. അത് കേരളം വിട്ടു നൽകാൻ വിസമ്മതിക്കുന്നു എന്നതാണ് കേരളം. അതാണ് നിങ്ങൾ പറയുന്ന മുണ്ടേരിയിലെ പ്രശ്നം. ഇതിപ്പം OR കേളുവാണ് മന്ത്രി, ആദിവാസിയാണ് മന്ത്രി. പെസ നിയമം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. കേരളത്തിലെ ആദിവാസികൾക്ക് ആദ്യം ലഭിക്കേണ്ട നിയമങ്ങളിലൊന്ന്, അവകാശങ്ങളിലൊന്ന് പെസ നിയമമാണ്. ആ പെസ നിയമം നടപ്പാക്കി കഴിഞ്ഞിരുന്നുവെങ്കിൽ, വനാവകാശം നടപ്പാക്കി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് മുണ്ടേരിയിൽ ഈ അവസ്ഥയുണ്ടാകില്ല. കാരണം അവരുടെ ഗ്രാമസഭയ്ക്ക് തീരുമാനമെടുത്ത് കളക്ടറോട് ആവശ്യപ്പെടാം, ഞങ്ങൾക്കിതെല്ലാം ചെയ്തു തരണം എന്ന്. ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടില്ലായ്മയല്ല, കേന്ദ്രം ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നു. ആ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ കേരളം കടുത്ത അനാസ്ഥ കാട്ടുന്നു. ഉദ്യോഗസ്ഥ സംവിധാനം ഈ ഫണ്ടിൽ വലിയൊരു സംഖ്യ അല്ലെങ്കിൽ അതിലൊരു വലിയ ശതമാനം അവര് അഴിമതി നടത്തുന്നു, അല്ലെങ്കിൽ അവർ സ്വന്തം കീശയിലാക്കുന്നു. അതുകൊണ്ടാണ് ആദിവാസി പദ്ധതികൾ പരാജയപ്പെടുന്നത്. കാടുമായി ബന്ധപ്പെട്ട് ജീവിച്ചതുകൊണ്ട് കാട്ടിലത്തെ ഭക്ഷ്യധാനങ്ങളൊക്കെ എടുത്ത് പുറത്ത് കൊണ്ട് വിൽക്കുന്നൊരു ഇതാണ്, ജീവിതമാർഗം അതാണ്. അപ്പം അങ്ങനെ അവർ കാടിനോട് ചേർന്നിട്ട് ആയതുകൊണ്ട് ഒരു പുറത്തേക്ക് പോകാൻ റെഡിയല്ല, ബില്ലിങ്ങല്ല. പിന്നെ മലദൈവങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ അവരെ വിട്ട് പോകില്ല എന്നാണ് ഇവർ പറയുന്നത്. തലമുറ എവിടെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്വന്തമായി ഞങ്ങൾ തന്നെ ഞങ്ങളെ മലദൈവം ഞങ്ങളെ ഒരിക്കലും കൈവിടില്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പോലും എന്തെങ്കിലുമൊക്കെ വെക്കും, വിളക്ക് കത്തിക്കും. 1 ദിവസമൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്തു കൊടുക്കും. ഞങ്ങളെ അറിവ് പോലെ അവിടെ ചെയ്യുന്നുണ്ട്.
ഭരണഘടന 1949 അത് ഡ്രാഫ്റ്റ് ചെയ്ത് 1950 നമ്മൾ അംഗീകരിച്ച് പ്രാബല്യത്തിൽ വരുത്തിയപ്പോൾ ആദിമ നിവാസികൾക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ അതിനകത്ത് അടിവരയിട്ട് പറഞ്ഞു. അപ്പോൾ അത് വെച്ചുകൊണ്ട് ആദിമ നിവാസികളെ അവരുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്, അവരുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ജില്ലാ കലക്ടർമാരാണ്. അവർക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ജില്ലാ കലക്ടർമാരാണ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാരാണ്. അത് കൃത്യമായിട്ട് 1989 SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 കൊണ്ടുവന്ന സമഗ്രമായ നിയമമാണ്. അതിനകത്ത് ഇതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. വീടിനും സ്ഥലമൊക്കെ ശരിക്കും ഓരോരുത്തർക്കായിട്ട് തിരിച്ചു തന്നാൽ കുറച്ച് ഉപകാരമായിരിക്കും. ഒരു വീടൊക്കെ കിട്ടാൻ ഇത്ര ആഗ്രഹമുണ്ട്. സർക്കാരോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഞങ്ങളിങ്ങനെ പേപ്പറും കാര്യങ്ങളും വനാവകാശ നിയമപ്രകാരം കൊടുത്തിട്ടുണ്ട്, അല്ലാതെയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മറുപടി ഞങ്ങൾക്ക് സർക്കാർ തരുന്നില്ലല്ലോ. ഞങ്ങളിങ്ങനെ കൊടുക്കണം, അതിന് എന്തെങ്കിലും റിപ്ലൈ അവർ തരണ്ടേ? ഒന്നുമില്ല. കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുക. ഇതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇത്ര വർഷമായിട്ട് പോലും വളരെ ചെറിയ മുടക്കുമുതൽ മാത്രം ആവശ്യമായിട്ട് വരുന്ന ഈ തരത്തിലുള്ള ഒരു ചെറിയ പ്രവർത്തനം എന്തുകൊണ്ട് നടക്കില്ല എന്ന് ചോദിച്ചാൽ അതിന് കുറേ ആഴത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ ഗവൺമെൻറ് സംബന്ധിച്ചിട്ട് ആദിമനിവാസികളെ കുറിച്ചുള്ള നിലപാട് അന്താരാഷ്ട്ര സമൂഹം എടുത്തിട്ടുള്ള നിലപാടിന് വളരെ വ്യത്യസ്തമാണ്. അന്താരാഷ്ട്ര സമൂഹം മൊത്തത്തിൽ തന്നെ ആദിമ ജനവിഭാഗങ്ങൾക്കായിട്ട് പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് പോലും ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത് ഇന്ത്യയിലെ ആദിമ നിവാസികളില്ല എന്നാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇവിടുത്തെ ആദിമ നിവാസികളാണ് എന്നുള്ളതാണ് ഇന്ത്യ സർക്കാരിൻ്റെ നിലപാട്. കേരളത്തിൽ ആദിവാസികളുടെ പുനരധിവാസത്തിന് ഒരു നല്ല മാതൃക അല്ലെങ്കിൽ മോഡൽ ഇതുവരെ സർക്കാരിന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീട് നിർമ്മാണത്തിൻ്റെ കാര്യം, പുനരധിവാസത്തിൽ ഏറ്റവും പ്രധാനം വീട് നിർമ്മാണമാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും അഴിമതി നടക്കുന്നത് ആദിവാസികളുടെ വീട് നിർമ്മാണത്തിലാണ്. ആ നിർമ്മാണത്തിന് അനുവദിക്കുന്ന പൈസയുടെ ഒരു പകുതിയോ അല്ലെങ്കിൽ 4/1 പോലും അവർക്ക് വേണ്ടി ചെലവഴിക്കാറില്ല എന്നതാണ്. സ്വതന്ത്ര ഏജൻസികളുണ്ട്, സർക്കാരിൻ്റെ ഏജൻസികളുണ്ട്, ഇവരാരും തന്നെ ഇത് ഫലപ്രദമായി ചെയ്യുന്നില്ല. ഇതിനെ സംബന്ധിച്ച് മോണിറ്റർ ചെയ്യാൻ സംവിധാനം കേരളത്തിൽ നിലവിലില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. അനുവദിക്കുന്ന വീടുകളിൽ ഒരു 10% പോലും വാസയോഗ്യമായ വീടുകൾ നിർമ്മിക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല. ഇത് കേരളത്തിൽ പൊതുവിൽ ചർച്ചയാവുന്നില്ല എന്നതാണ് ഒരു പ്രധാന കാരണം. ആരും തന്നെ ആദിവാസി പുനരധിവാസത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് മാധ്യമങ്ങൾ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കാം, അല്ലാതെ പൊതുസമൂഹത്തിന് അതൊരു വിഷയമല്ല എന്നതുകൊണ്ടാണ് ഈ മുണ്ടേരിയിലും ഇത്രയും കാലമായിട്ടും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ അതിതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. നിയമസഭയിൽ പോലും വിഷയമാകുന്നില്ല. അതേസമയം സമാനമായ ഉരുൾപൊട്ടലുകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ പുനരധിവാസം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ആദിവാസികളുടെ കാര്യത്തിൽ കേരളത്തിൽ സർക്കാർ യാതൊന്നും ചെയ്യാൻ സന്നദ്ധമാകുന്നില്ല. അത് ചോദ്യം ചെയ്യാൻ കേരളീയ സമൂഹത്തിന് കഴിയുന്നില്ല. സർക്കാർ പറഞ്ഞു ഞങ്ങളെ കൂടി നിങ്ങൾക്ക് വേറെ സ്ഥലം വെട്ടി പിടിച്ചോളി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോണില്ല, ഞങ്ങളിവിടെ അന്നേക്കേ ഉള്ളൂ. നിങ്ങളെങ്ങനെ ഇവിടെ ജീവിക്കുക? നാട് വെള്ളമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് സ്ഥലം മാറിക്കൂടെ എന്നൊക്കെ ഞങ്ങൾക്ക് കാര്യം പറഞ്ഞു തരുന്നുണ്ട്. പല കാടുകളിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു. കാടിൻ്റെ കോർ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന പല ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി നടപ്പിലാക്കപ്പെട്ടു. വലിയ തോതിലുള്ള ദാരിദ്ര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് വലിയ തോതിൽ ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂലിക്ക് പകരം മദ്യം നൽകുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ ആദിമനിവാസികളെ കുറിച്ചിട്ട് സവിശേഷമായി ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിത നിലവാരത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനപ്പുറം അവർക്കൊരു സുരക്ഷിതത്വം ഒരുക്കാൻ പോലും നമുക്ക് സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൃഷിപ്പമ്മക്കല്ല അങ്ങോട്ടൊന്ന് മാറിയാലേ നമുക്ക് വീടും സൗകര്യമൊക്കെ ആവും, എളുപ്പം കിട്ടും. ഇവിടെ തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വേണ്ട വീടും ഇതും എപ്പോൾ കിട്ടുമ്പോൾ അത് മതി, എന്നാലും കാട് വിട്ട് ഇറങ്ങില്ല. ഈ അവിടെ വെള്ളം കയറി അവർ താമസിക്കുന്ന അധിവസിക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലാവുകയും അവരുടെ മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഒരു പുതിയ സ്കീം കൊണ്ടുവന്നു. റീബിൽഡ് നിലമ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കീം കൊണ്ടുവന്നു, ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരുടെ ഭൂമി എങ്ങനെയെങ്കിലും അടിച്ചെടുക്കുക, ഇവർക്ക് വേണ്ടി കുറേ ഭൂമി കണ്ടെത്തുക,
എന്നിട്ട് അതിൽ നിന്നും പണം തട്ടിയെടുക്കുക. ആ ഉദ്ദേശം കൂടിയാണ് അവർ ചെയ്തത്. മുണ്ടേരി എന്ന് പറയുന്നത് വാസ്റ്റ് ഏരിയയാണ്. ആ വാസ്റ്റ് ഏരിയ മുഴുവൻ തോട്ടങ്ങളാണ്, മിക്കവാറും സ്ഥലങ്ങൾ. ആ തോട്ടങ്ങൾ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോബി അവിടെ പ്രവർത്തിക്കുന്നു, പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അവരാണ് ഇവരെ അവിടെ നിന്ന് എങ്ങനെ ഒഴിപ്പിക്കണം, ഇപ്പോൾ അധിവസിക്കുന്ന ആദിമ നിവാസികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം, ഈ സ്ഥലം മുഴുവൻ കൈവശപ്പെടുത്തണം, അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, അവരുടെ ആധിപത്യം അവിടെ വ്യാപകമാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഴിവാക്കപ്പെട്ട ക്വാറികളുടെ സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിലേക്ക് ഇവരെ മാറ്റിപ്പാർക്കും. അതിനുള്ള ഒരു പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് രാഷ്ട്രീയമായ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാവരുമായിട്ട് ഈ നെക്സസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ലോബി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നത്. സ്ഥലം സർക്കാർ നല്ല മനസ്സൊഞ്ഞൊരു ഞങ്ങളെ സ്ഥലം ഒന്ന് പതിച്ച് തന്നാൽ വീട് വെക്കാൻ ഒരുപാട് പുറകെ പോയതാ, പിന്നെ നിർത്തി. ഏതായാലും ഞങ്ങൾ ജനിച്ച് വളർന്ന കാലം